തടഞ്ഞു വച്ചതും വഴിയടയ്ക്കപ്പെട്ടതും ഒന്നും പുറത്തു വരാതെ ഇരിക്കത്തില്ല. ഒരുപക്ഷെ ലോകം നിൻ്റെ നന്മയെ പല വർഷങ്ങൾ തടഞ്ഞു കളഞ്ഞു എന്ന് വരാം. എന്നാൽ അത് നീതിയായി വെളിപ്പെട്ടു വരും. യാക്കോബിന് വേണ്ടി ഒരുക്കി വച്ചിരുന്ന നന്മകൾ പല സമയങ്ങളിൽ ലാബാൻ തടഞ്ഞു കളഞ്ഞു. എന്നാൽ ലാബാൻ തടഞ്ഞതൊന്നും നിലനിന്നില്ല. ഒരു ദിവസം അതെല്ലാം മറ നീക്കി പുറത്തു വന്നു. മൂടി വച്ചതൊന്നും വെളിപ്പെട്ടു വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. രഹസ്യമായി മനുഷ്യൻ ചെയ്യുന്നത് പലതുണ്ട്. ലോകം കാണത്തില്ലെന്ന് കരുതുന്നതും പലതുമുണ്ട്. എന്നാൽ ദൈവവൈതലെ, നിനക്കു വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നീതി, നന്മ, അനുഗ്രഹം ഇവയൊന്നും ശത്രുവിന് തടഞ്ഞു കളയുവാൻ കഴിയത്തില്ല. അതെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ചെയ്യുന്ന മൊർദെഖായിയുടെ നന്മയെ തടഞ്ഞു കളയുവാൻ പല സമയങ്ങളിൽ ഹാമാനും കൂടെയുള്ളവരും ശ്രമിച്ചു. അവരുടെ ജീവൻ തന്നെ അപഹരിച്ചു കളയുവാൻ, കൊന്നുകളയുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്ത മൊർദെഖായിക്കും എസ്തേറിനും വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതർത്ഥത്തിലും ഒറ്റപ്പെട്ടവരെ പോലെ, ക്ഷീണിച്ചവരെ പോലെ, തളർന്നവരെ പോലെ, ആരും സഹായിക്കാനില്ലാത്ത ജീവിത നിലവാരത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നത്. ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധികളും ദൈവം നിനക്ക് വേണ്ടി തരും. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 4-ാം വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കാൻ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും. അതെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിലനിൽക്കുന്ന ഏതൊരു ദൈവവൈതലും വിലയേറിയവനും മാന്യനുമാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നന്മയും ശത്രുവിന് അടച്ചു കളയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വ്യഗ്രതയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.